ഡിറ്റീരിയോറേഷൻ ഓഫ് എനി സബ്സ്റ്റൻസ്, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് കൊറോഷൻ. എന്നുവെച്ചാൽ നശീകരണം, ഏതിൻ്റെ നശീകരണത്തെയും നമ്മൾ എന്താണ് വിളിക്കുക? കൊറോഷൻ. അത് മെറ്റലിൻ്റെ കേസിലാണെങ്കിൽ കൊറോഷൻ ഓഫ് മെറ്റൽസ് എന്ന് നമ്മൾ സംസാരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിറ്റീരിയോറേഷൻ ഓഫ് അയൺ, അത് കൊറോഷനാണ്. പക്ഷെ നമ്മൾ അതിനെ സ്പെസിഫിക്കലി റസ്റ്റിംഗ് എന്ന് പറയാറുണ്ട്. അവിടെ സംഭവിക്കുന്നത് ആ മെറ്റലിന് ഓക്സിഡേഷനാണ് സംഭവിക്കുന്നത്, നശീകരണം, നഷ്ടം സംഭവിക്കുക, ലോസിങ് ഓഫ് ഇലക്ട്രോൺ. അതാണല്ലോ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നുവെച്ചാൽ അതിൻ്റെ സറൗണ്ടിങ്ങിലുള്ള കെമിക്കലുമായിട്ട് റിയാക്ട് ചെയ്യുക, ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഇപ്പോൾ റിയാക്ടിവിറ്റി സീരീസ് ഉണ്ട്, മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതോറും റിയാക്ടിവിറ്റി കുറഞ്ഞു വരും അല്ലേ? റിയാക്ടിവിറ്റി സീരീസിൽ ഏറ്റവും മുകളിലുള്ള മെറ്റലാണ് ഏറ്റവും കൂടുതൽ നശിക്കുക, അങ്ങനൊന്നുമില്ല. കാരണം ചില മെറ്റലുകൾ, ഇപ്പോൾ അലുമിനിയം, അതിൻ്റെ ഓക്സൈഡ് ഫോം ചെയ്യും. പക്ഷേ ആ ഓക്സൈഡ് ഫോം ചെയ്യുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ലെയറായിട്ട് ആക്ട് ചെയ്തിട്ട് ഫർദർ ഓക്സിഡേഷനെ, ഫർദർ കൊറോഷനെ തടയാനും കഴിയും. കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി നോക്കണേ, ഹൈഡ്രേറ്റഡ് അയൺ ഓക്സൈഡ്, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് റസ്റ്റ്. എന്ന് വെച്ചാൽ അയൺ ഓക്സിഡേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അറ്റ്മോസ്ഫിയറിലെ ഓക്സിജനും വാട്ടറും ഇതൊക്കെ ആയിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് അയൺ ഓക്സൈഡ് ഫോം ചെയ്യുന്നത്. ആ അയൺ ഓക്സൈഡിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞാൽ റസ്റ്റ്. ദെൻ ഈ റസ്റ്റിങ്ങിനെ സഹായിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. അതിലൊന്നാണ് നേച്ചർ ഓഫ് ദ മെറ്റൽ. റസ്റ്റിംഗ് എന്നുള്ളതല്ല, കൊറോഷനെ സഹായിക്കുന്ന ഘടകങ്ങൾ. നേച്ചർ ഓഫ് ദ മെറ്റൽ, റിയാക്ടിവിറ്റി കൂടുന്നതിനനുസരിച്ച് അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനും വാട്ടറും അനദർ കെമിക്കൽസുമായിട്ട് റിയാക്ട് ചെയ്യാനുള്ള സാധ്യതകൾ കൂടും. ഇനി മോയ്സ്ചർ, അയോൺ കണ്ടെയ്നിങ് മോയ്സ്ചർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിയാക്ടിവിറ്റി കുറച്ചും കൂടിയും കൂടും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ കടൽ തീരങ്ങളിലുള്ള വെഹിക്കിളുകൾ, അവിടുത്തെ സ്ട്രക്ചേഴ്സ്, ദാറ്റ് മീൻസ് പാലങ്ങൾ, വീടുകളിലെ അയൺ മെറ്റീരിയലുകൾ, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് റസ്റ്റ് എടുക്കുന്നതായിട്ട് കാണാൻ പറ്റും. ദാറ്റ് മീൻസ് കൊറോഷൻ അണ്ടർഗോ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. കാരണം അതിൻ്റെ അറ്റ്മോസ്ഫിയറിൽ, ആ കടൽ തീരങ്ങളിലെ അറ്റ്മോസ്ഫിയറിൽ മോയ്സ്ചർ കണ്ടൻറ്റിൻ്റെ കൂടെ അയോൺസിൻ്റെ പ്രസൻസ് വളരെ കൂടുതലായിരിക്കും. Na+Cl- പോലുള്ള അയോൺസിൻ്റെ പ്രസൻസ് വളരെ കൂടുതലായിരിക്കും. കോണ്ടാക്ട് വിത്ത് അതർ മെറ്റൽ, വേറെ മെറ്റലുകളുമായിട്ട് കോണ്ടാക്ട് വരുമ്പോഴും ഒന്നുകിൽ റസ്റ്റിംഗ് നടക്കാം, അല്ലെങ്കിൽ റസ്റ്റിംഗ് നടക്കാതിരിക്കാം. ഞാൻ ഒരു എക്സാമ്പിൾ, ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം. ഞാൻ 2 ടെസ്റ്റ് ട്യൂബുകൾ എടുത്തു, അതിലേക്ക് 2 നെയിലുകൾ ഇറക്കി വെച്ചു. ഒരു നെയിലിൻ്റെ മുകളിൽ NaCl സൊല്യൂഷനിലാണ് ഇറക്കി വെച്ചത്. ഒരു നെയിലിൻ്റെ മുകളിൽ മാഗ്നീഷ്യം റിബൺ ഞാൻ ചുറ്റി വെച്ചു. മറ്റൊന്നിൻ്റെ മുകളിൽ കോപ്പർ വയർ ചുറ്റി വെച്ചു. ഒരു 5-6 ദിവസം കഴിഞ്ഞതിന് ശേഷം നോക്കുമ്പോൾ ഈ കോപ്പർ ചുറ്റി വെച്ച അയൺ നെയിലാണ് റസ്റ്റ് ചെയ്തതായിട്ട് കണ്ടത്. മാഗ്നീഷ്യം ചുറ്റി വെച്ച അയൺ റസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണെന്നറിയോ? ഇവിടെ മാഗ്നീഷ്യത്തെയും അയണിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഹൈലി റിയാക്റ്റീവ് ആയത് മാഗ്നീഷ്യമാണ്. അയൺ കുറച്ചും കൂടി റിയാക്ടിവിറ്റി കുറവാണ്. ഇനി കോപ്പറും അയണും കമ്പയർ ചെയ്തപ്പോൾ അയൺ റിയാക്ടിവിറ്റി കൂടുതലും, കോപ്പറിന് റിയാക്ടിവിറ്റി എന്തുമാണ്? കുറവുമാണ്. അപ്പോൾ അവിടെ ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ല് ഫോം ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. നിങ്ങൾക്കറിയാലോ, ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ ആനോഡാണ് ഡിറ്റീരിയോറേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലാണ് ആനോഡായിട്ട് ആക്ട് ചെയ്യുക. ഇവിടെ ഹൈലി റിയാക്റ്റീവായ മെറ്റൽ അയൺ ആണ്, അപ്പോൾ അത് ആനോഡായിട്ട് ആക്ട് ചെയ്തു, അത് നശീകരണത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് അത് ഓക്സിഡേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഇവിടെ മാഗ്നീഷ്യമാണ് ഹൈലി റിയാക്റ്റീവ്, അപ്പോൾ മാഗ്നീഷ്യമാണ് റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മാഗ്നീഷ്യമാണ് ഇവിടെ അയോണായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇവിടെ കാഥോഡായിട്ടാണ് അയൺ, മാഗ്നീഷ്യമാണ് ആനോഡായിട്ട് ആക്ട് ചെയ്ത്, കാഥോഡായിട്ട് ആക്ട് ചെയ്തത് അയൺ ആണ്. കാഥോഡായിട്ട് ആക്ട് ചെയ്ത മെറ്റൽ പ്രൊട്ടക്ട് ചെയ്യപ്പെടും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ കാഥോഡിക് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അയണിനേക്കാൾ റിയാക്റ്റീവായ ഒരു മെറ്റൽ വെച്ച് റാപ്പ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ അയൺ അവിടെ പ്രൊട്ടക്ട് ചെയ്യപ്പെടും. അതേപോലെ പെയിൻറ്റിങ്, ഗ്രീസിങ്, ഇതൊക്കെ കൊറോഷനെ നമുക്ക് തടയാൻ സഹായിക്കുന്ന മെത്തേഡ്സ് ആണ്.